ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം ഉന്നതരിലേക്ക്. മുൻ ദേവസ്വം പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിനോട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. എന്നാൽ ഹാജരാകാൻ പത്മകുമാർ സാവകാശം തേടിയിട്ടുണ്ട്. തട്ടിപ്പ് ബോർഡ് അംഗങ്ങൾ അറിഞ്ഞെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. സിജോ, വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമായിരുന്നു എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് കൂടി മനസ്സിലാക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് പത്മകുമാർ എന്നതിലേക്കായിരിക്കും ഇനി പോവുക. ഹാജരാകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പത്മകുമാർ വിശദീകരിക്കുന്നത്? ഇത് രണ്ടാം തവണയാണ് പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു തവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് പത്മകുമാർ ഹാജരാകാതിരുന്നത്. അതിനുശേഷം ഇന്ന് വീണ്ടും നോട്ടീസ് നൽകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധു മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പത്തനംതിട്ട ബ്യൂറോയുമായി സംസാരിച്ചപ്പോൾ നന്ദുവും കൺഫേം ചെയ്ത് പറയുന്നുണ്ട് അടുത്ത ബന്ധു ഒരാൾ മരിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഹാജരാകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തെ സമയമാണ് അന്വേഷണ സംഘം ത്തോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ 2 ദിവസത്തെ സമയമൊന്നും അന്വേഷണ സംഘം കൊടുക്കാൻ സാധ്യതയില്ല. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാളെയോടുകൂടി ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടുമെന്നുള്ളതാണ്. ഇവിടെ തന്നെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനി, ആ നടപടികളിലേക്ക് എങ്ങനെയായിരിക്കും കടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ SIT ഇപ്പം കഴിഞ്ഞ ദിവസത്തെ അവരുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടു. വാസുവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. ഇനി ഈ പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ മറ്റാരാണ് അടുത്ത ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത്? ഇനി 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഒന്ന്, നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന N. വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. അത് ഇന്നലെ ഈ അപേക്ഷ കൊടുത്തപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അക്കാര്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അത് മാത്രമല്ല ജാമ്യം അനുവദിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കസ്റ്റഡിയിൽ എന്ന് വാങ്ങുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നമ്മൾ ഇന്ന് അഭിഭാഷകനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അന്വേഷണ സംഘം ഇതുവരെയും ടൈം പറഞ്ഞിട്ടില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. അതിനുശേഷം N. വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യും. N. വാസുവിനാണ് കൃത്യമായി ബോർഡ് അംഗങ്ങളുമായി കണക്ട് ചെയ്യുന്ന തെളിവുകൾ ലഭ്യമാകുക. അങ്ങനെയാണെങ്കിൽ വാസുവിൽ നിന്ന് വിവരങ്ങൾ എടുത്തതിന് ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. വാസുവിനെ അറിയാം ബോർഡിൽ ആരൊക്കെയായിട്ടാണ് ഇത്തരത്തിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കുന്ന, മറ്റാർക്കൊക്കെയാണ് സഹായം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ A. പത്മകുമാർ അടക്കമുള്ള അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ മറ്റ് 2 അംഗങ്ങൾ കൂടിയുണ്ട്. അവരെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ചോദ്യം ചെയ്യൽ കാര്യങ്ങളുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ ശബരിമലയിലെ സ്വർണത്തിന്റെ ശാസ്ത്രീയമായ പരിശോധനയാണ്. അതിന്റെ നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇത് അന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം തന്നെയാണോ തിരികെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ള പരിശോധിക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം അതിനായിട്ടുള്ള അനുമതി ചോദിച്ചിരുന്നു. ഹൈക്കോടതിയിൽ അനുമതി കൊടുത്തിട്ടുണ്ട്. 10 ദിവസത്തിനകം ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കോടതി അനുമതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ നടപടികൾ കൂടി നടക്കും. അത്തരം കാര്യങ്ങളുമായാണ് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. സുധീഷ് കുമാർ